ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഒരു ഓഫ് റോഡിംഗ് ആണ്. ബഹ്റിനിൽ നിന്ന് സൗദിയിലുള്ള യെല്ലോ ലേക്ക് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 5 വണ്ടികളിലായിട്ടാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. ബഹ്റിനിലെ അദാരി പാർക്കിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് സുദീപും കുടുംബവും സുദീപിൻ്റെ ഫ്രണ്ടുമാണ് ഈ വണ്ടിയിലുള്ളത്. ഇത് മനു മാത്യു, ഇത് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ വണ്ടിയിലാണ് ഞാനും സഞ്ചരിക്കുന്നത്. അടുത്ത ഒരു വണ്ടിയിലുള്ളത് നമ്മുടെ ഷിജു പുന്നവേലിയാണ് ഇന്നത്തെ യാത്ര ലീഡ് ചെയ്യുന്നത്. അടുത്ത വണ്ടിയിൽ ജീസനും കുടുംബവുമാണ് നമ്മളോടൊത്ത് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കുടുംബം കൂടിയുണ്ട്, ബിനുവും ഫാമിലിയും. അവർ നമ്മളോടിപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അവരെ ഇടയ്ക്ക് വഴിക്ക് വെച്ച് ജോയിൻ ചെയ്തോളാം എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. ബഹ്റിനിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ബഹ്റിനെ സൗദി അറേബ്യയുമായി ബന്ധിപ്പിക്കുന്ന കിം ഹമദ് ക്രോസ്വേയിലൂടെയാണ് ഞങ്ങളുടെ റോഡ് യാത്ര ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കടലിന് നടുക്കൂടെ ബഹ്റിനെയും സൗദിയെയും കൂട്ടിയോജിപ്പിക്കുന്ന ഈ പാലം ഏകദേശം 25 കിലോമീറ്റർ ദൂരമാണ് 2 സൈഡിൽ നിന്നുമുള്ളത്. ഞങ്ങൾ ബഹ്റിൻ്റെയും സൗദിയുടെയും ഇടയ്ക്കുള്ള ഇമിഗ്രേഷൻ ചെക്കിംഗ് പോയിന്റിലേക്ക് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ബഹ്റിൻ്റെ ഇമിഗ്രേഷൻ ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം സൗദിയുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. എല്ലാം വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. ഏറ്റവും വേഗത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. അങ്ങനെ ബഹ്റിൻ സൗദി ഇമിഗ്രേഷൻ ചെക്കിങ് വേഗത്തിൽ കഴിഞ്ഞു. ബഹ്റിൻ സൗദി അതിർത്തി കടന്നതിന് ശേഷം അൽ അർസ്വദ് തടാകത്തിലേക്കുള്ള കവാടമായ അൽ ഹസയിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ്. ഏകദേശം ബഹ്റിനിൽ നിന്നും 125 കിലോമീറ്ററോളം ഉണ്ട് ദൂരം അവിടേക്ക്. ഇടയ്ക്ക് വഴിയരികിൽ കണ്ട ഒരു ഹോട്ടൽ കയറി ഭക്ഷണവുമൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. നമ്മളങ്ങനെ മെയിൻ റോഡിൽ നിന്നും ഓഫ് റോഡിലേക്ക് കടക്കുകയാണ്. അൽസഫർ തടാകത്തിലേക്ക് ഉള്ള ദുർഘടം പിടിച്ച യാത്ര ഇവിടെ തുടങ്ങിയാണ്. സൗദി അറേബ്യയുടെ കിഴക്ക് അൽ ഹസയിൽ ഉംറാൻ നഗരത്തിൻ്റെ കിഴക്കു ഭാഗത്താണ് അൽസഫർ തടാകം സ്ഥിതി ചെയ്യുന്നത്. മണൽക്കൂനകളാൽ ചുറ്റപ്പെട്ട ഈ തടാകം എത്തിച്ചേരാൻ ഇത്തിരി പ്രയാസമാണ്. മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തണ്ണീർത്തടം ആഴം കുറഞ്ഞ തടാകങ്ങളിൽ ഒന്നാണ് അൽസഫർ തടാകം. അൽ ഹസയിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന റൂട്ടുകളുള്ളതിനാൽ അൽസഫർ തടാകത്തിലെത്തുന്നത് താരതമ്യേന എളുപ്പമാണ്. എന്നിരുന്നാലും തണുപ്പുള്ള മാസങ്ങളിൽ നിങ്ങളുടെ സന്ദർശനം ആസൂത്രണം ചെയ്യുവാനും വെള്ളം, സൂര്യപ്രകാശം, ഉറപ്പുള്ള പാദരക്ഷകൾ തുടങ്ങിയ അവശ്യ വസ്തുക്കൾ കൊണ്ടുപോകാനും മറക്കരുത്. കൂടിക്കിടക്കുന്ന മൺകൂനയിലൂടെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ടയർ പ്രഷർ 10ലേക്ക് ആക്കണം. എന്നിരുന്നാൽ മാത്രമേ മണലിലൂടെ വണ്ടി മുകളിലേക്ക് കയറിപ്പോകാൻ സാധിക്കുകയുള്ളൂ. സുസജ്ജമായ ഒരു വാഹനം ഉപയോഗിക്കുന്നതും സുരക്ഷയ്ക്കായി ഗ്രൂപ്പുകളായി യാത്ര ചെയ്യുന്നതും നല്ലതാണ്.
കഴിവതും 4x4 ഉള്ള വണ്ടികൾ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ താഴെ വണ്ടി ഇട്ടിട്ട് നടന്നു കയറുക. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലെ ഒരു മറഞ്ഞിരിക്കുന്ന രത്നമായ മഞ്ഞത്തടാകം എന്നറിയപ്പെടുന്ന അൽ അസർ തടാകത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്വർണ്ണ മണൽക്കൂനകളാൽ ചുറ്റപ്പെട്ട ഈ മനോഹരമായ ജലാശയം സന്ദർശിക്കുന്നവരുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രകൃതി അത്ഭുതമാണ്. അൽഹസ നഗരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അൽ സഫർ തടാകം മരുഭൂമിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു അത്ഭുതകരമായ മരുപ്പച്ചയാണ്. അതിലെ തിളങ്ങുന്ന വെള്ളവും വരണ്ട ഭൂപ്രകൃതിക്കെതിരായ പച്ചപ്പിൻ്റെ വൈരുദ്ധ്യവും അതിനെ സവിശേഷവും ആശ്വാസകരവുമായ ഒരു സ്ഥലമാക്കി മാറ്റുന്നു. ചരിത്രപരമായി ഈ തടാകം ഈ പ്രദേശത്തിൻ്റെ ജീവൻ്റെ ഒരു സുപ്രധാന ഉറവിടമാണ്. പ്രാദേശിക ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ തലമുറകളായി സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു സ്ഥലവുമാണ്. അൽ സഫർ എന്ന പേര് മഞ്ഞ എന്നാണ് വിവർത്തനം ചെയ്യുന്നത്. ചുറ്റുമുള്ള മണലുകളുടെ സ്വർണ്ണ നിറങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പേര് വരാൻ കാരണം. അൽ സഫർ തടാകം ഒരു ദൃശ്യ അത്ഭുതം മാത്രമല്ല, വൈവിധ്യമാർന്ന ജീവികളുടെ സമൃദ്ധമായ ഒരു ആവാസ കേന്ദ്രവും കൂടിയാണ്. ദേശാടന പക്ഷികൾക്കുള്ള ഒരു സങ്കേതമാണിത്. പക്ഷി നിരീക്ഷകർക്കും പ്രകൃതി സ്നേഹികൾക്കും ഇതൊരു പറുദീസയാകുന്നു. കഠിനമായ മരുഭൂമിയിലെ സാഹചര്യങ്ങൾക്കിടയിലും ചുറ്റുമുള്ള സസ്യജാലകങ്ങൾ അതിലോലമായ ജീവിത സന്തുലിതാവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നു. 2018 യുനെസ്കോയുടെ അൽഹസയ്ക്കുള്ളിൽ ലോക പൈതൃക സൈറ്റായി സൗദി രജിസ്റ്റർ ചെയ്ത 12 സൈറ്റുകളിൽ ഒന്നാണ് അൽ സഫർ തടാകം അഥവാ യെല്ലോ ലേക്ക്. അൽഅസർ തടാകത്തിലെത്തുന്നത് തന്നെ ഒരു സാഹസികതയായിരിക്കും. യാത്രയുടെ അവസാന ഘട്ടത്തിൽ പലപ്പോഴും മണൽ കൂനകളിലൂടെ ട്രക്കിംഗ് അല്ലെങ്കിൽ ഓഫ് റോഡിംഗ് ഉൾപ്പെടുന്നു. ഡ്രൈവിംഗ് കഴിവുകൾ പരീക്ഷിക്കാനും മരുഭൂമിയുടെ പരുക്കൻ സൗന്ദര്യം ആസ്വദിക്കുവാനും ഇത് അവസരം നൽകുന്നതിനാൽ ഓഫ് റോഡിങ്ങിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഭാഗം ഒരു ആവേശകരമായി തോന്നും.
തടാകത്തിന് മുകളിലൂടെയുള്ള സൂര്യാസ്തമയം, അതിൻ്റെ തിളങ്ങുന്ന സ്വർണ്ണജലം, ശാന്തമായ സൗന്ദര്യവും സമ്പന്നമായ ജൈവ വൈവിധ്യവുമുള്ള അൽ അസർ തടാകം പ്രകൃതിയുടെ അത്ഭുതങ്ങൾക്ക് ഒരു സാക്ഷിയായി നിലകൊള്ളുന്നു. അൽ സഫർ തടാകം യെല്ലോ ലേക്കിലേക്കുള്ള ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത അനുഭവങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.